ഒരു ഫുൾ വിമാനം പച്ചയ്ക്ക് തിന്ന മനുഷ്യനുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാനാവുമോ? കഥയല്ല കേട്ടോ, സത്യമാണ്. അദ്ദേഹം കഴിച്ച സൈക്കിളുകൾ, ടിവികൾ, ആണികൾ, ബൾബുകൾ, കിടക്കകൾ, ഈഫൽ ടവറിന്റെ ഒരു ചെറിയ കഷ്ണം, ഒരു ശവപ്പെട്ടി എന്നിവയുടെയും കൂടെ കഥയാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുവാൻ പോകുന്നത്. മൈക്കിൾ ലോറ്റിറ്റോ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ലോകത്ത് പലതരം മനുഷ്യരുണ്ട് അല്ലേ? പല സ്വഭാവക്കാർ, പല താല്പര്യക്കാർ, നമുക്ക് ഒരിക്കലും വിശ്വസിക്കുവാനോ അംഗീകരിക്കുവാനോ കഴിയാത്ത സ്വഭാവ സവിശേഷതകളുള്ള ആളുകൾ. പലപ്പോഴും അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനോ അംഗീകരിക്കുവാനോ സാധിച്ചെന്നു വരില്ല. മൈക്കിൾ ലോറ്റിറ്റോ അത്തരമൊരു അസാധാരണ ശീലത്തിന്റെ ഉടമയാണ്. അദ്ദേഹം വിശന്നാൽ കഴിക്കുന്നത് ഭക്ഷ്യവസ്തുക്കളല്ല, ഒട്ടും ചവച്ചരയ്ക്കാനാവാത്ത ദഹിക്കാത്ത ലോഹങ്ങളാണ്. കൂടാതെ ഗ്ലാസ്, റബ്ബർ മുതലായ ഭക്ഷ്യേതര വസ്തുക്കളും അദ്ദേഹം കഴിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് നിരവധി ഗിന്നസ് ബുക്ക് റെക്കോർഡുകൾ കിട്ടിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ ഇതെങ്ങനെ സാധിക്കുന്നുവെന്ന് ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? എന്നാൽ ഇങ്ങനെ ചെയ്യാൻ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു കാരണമുണ്ടായിരുന്നു. മൈക്കിളിന്റെ ചെറുപ്പത്തിൽ നടന്നൊരു സംഭവമാണത്. ഒരു ദിവസം ഒരു ഗ്ലാസ് താഴെ വീണ് ചിതറി. മൈക്കിൾ അതിലൊന്നെടുത്ത് അറിയാതെ ചവച്ചു. തുടർന്ന് അയാളെ എല്ലാവരും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചു. ഡോക്ടർമാരും ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റുകളും പരിശോധിക്കുകയും കുഴപ്പമൊന്നുമില്ലെന്ന് കണ്ടെത്തുകയും ചെയ്തു. പിക്ക എന്നറിയപ്പെടുന്ന അവസ്ഥയായിരുന്നു അതിന് പിന്നിലെന്ന് അവർ കണ്ടെത്തി. പിക്ക ബാധിച്ച വ്യക്തികൾക്ക് ഗ്ലാസ്, അഴുക്ക് അല്ലെങ്കിൽ ലോഹം പോലുള്ള പദാർത്ഥങ്ങൾ കഴിക്കുവാൻ നിരന്തരമായ ആഗ്രഹമുണ്ടാക്കുന്നു. ഈ അവസ്ഥ വന്നതിന് ശേഷമാണ് തനിക്ക് ഈ ശീലം തുടങ്ങിയതെന്നാണ് മൈക്കിൾ പറയുന്നത്. 16 വയസ്സ് മുതൽ അദ്ദേഹം ഈ കഴിവ് ആളുകൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുവാൻ തുടങ്ങി. കാലക്രമേണ ഈ പ്രതിഭയെ ആളുകൾ മോൺസിയർ മാഗ്നിറ്റൗട്ട് അല്ലെങ്കിൽ മിസ്റ്റർ ഈറ്റ് ഓൾ എന്ന് വിളിക്കുവാൻ തുടങ്ങി. സാധാരണ സാഹചര്യങ്ങളിൽ ലോഹങ്ങളും ഗ്ലാസുകളും കഴിക്കുന്നത് വളരെ അപകടകരമാണ്. മാത്രവുമല്ല, അവ ദഹിക്കാൻ പ്രയാസവുമാണ്. എന്നാൽ മൈക്കിളിന് ഇങ്ങനെ ഒരു പ്രശ്നവുമില്ല. മാത്രവുമല്ല, അയാളുടെ വയറിനും കുടലിനും ചുറ്റുമായി വളരെ കട്ടിയുള്ള ലൈനിങ് ഉണ്ടായിരുന്നതായി ഡോക്ടർമാർ ശ്രദ്ധിച്ചു. ഇത് അദ്ദേഹത്തിന് എന്തും കഴിക്കുവാനുള്ള കഴിവ് നൽകി. വിഷലോഹങ്ങൾ കഴിച്ചാലും മൈക്കിളിനൊന്നും സംഭവിക്കുന്നില്ലെന്നും അവർ കണ്ടെത്തി. കയ്യിൽ കിട്ടിയതെല്ലാം കഴിച്ച അദ്ദേഹം കൂടുതൽ വലുതെന്തെങ്കിലും കഴിക്കുവാൻ ആഗ്രഹിച്ചു. ഒടുവിൽ അത് സംഭവിച്ചു. മൈക്കിൾ ഒരു വിമാനം തന്നെ കഴിച്ചു. സത്യമാണ്, ഒരു മുഴുവൻ സെസ്ന 150 വിമാനം തന്നെ അദ്ദേഹം അകത്താക്കി. കേൾക്കുമ്പോൾ വെറും ഭ്രാന്തായോ കെട്ടുകഥയായോ ഒക്കെ തോന്നുമെങ്കിലും സംഭവം നടന്നതാണ്. 1978 മുതൽ 1980 വരെ കാലയളവിൽ 2 വർഷമെടുത്താണ് അദ്ദേഹം വിമാനം കഴിച്ചത്. ഏകദേശം 9 ടൺ ലോഹം അദ്ദേഹം അകത്താക്കി. അദ്ദേഹം കഴിച്ച മറ്റ് ശ്രദ്ധേയമായ ഇനങ്ങൾ ഇവയൊക്കെയാണ്: സൈക്കിളുകൾ, ടിവികൾ, ആണികൾ, ബൾബുകൾ, കിടക്കകൾ, ഈഫൽ ടവറിന്റെ ഒരു ചെറിയ കഷ്ണം, ഒരു ശവപ്പെട്ടി മുതലായവ. 57 വയസ്സ് പൂർത്തിയാവുന്നതിന് 2 ദിവസം മുൻപ് 2007 മൈക്കിൾ ലോറ്റിറ്റോ മരിച്ചു. സ്വാഭാവിക മരണമായിരുന്നു അത്. ഭക്ഷണശീലങ്ങൾ ഒരിക്കലും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ ബാധിച്ചിരുന്നില്ല. എന്നാൽ ഒരു സാധാരണ വ്യക്തിക്ക് ഒരിക്കലും അനുകരിക്കാൻ കഴിയാത്ത ശീലമാണ് എന്നതിൽ സംശയവുമില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുവാനും മറക്കരുതേ.